മലപ്പുറത്ത് വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച സംഭവത്തിന്റെ വാർത്തകളിലേക്ക് തന്നെയാണ് മടങ്ങി വരുന്നത്. ഈ വിഷയത്തിൽ സർക്കാരാണ് ഉത്തരവാദി എന്നാണ് നിലമ്പൂരിലെ NDA സ്ഥാനാർത്ഥി മോഹൻ ജോർജ് ചൂണ്ടിക്കാട്ടുന്നത്. വന്യമൃഗങ്ങളെ വേട്ടയാടുന്നത് സ്ഥിരം സംഭവമാണ് എന്നും എന്നാൽ യാതൊരു നടപടിയുമില്ല എന്നും അദ്ദേഹം ആരോപിച്ചു. ആദ്യം അദ്ദേഹത്തിന്റെ പ്രതികരണം കാണാം. ഇത് സംബന്ധിച്ചിടത്തോളം ഇവിടെ മാംസക്കച്ചവടക്കാർ അവരുടെ ഒരു കെണിയിൽപ്പെട്ടാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടായി എന്ന് ഞാൻ കരുതുകയാണ്. സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ശക്തമായ നടപടിയില്ലാത്തത് ഒരു വലിയ പ്രശ്നമാണ്. സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും തീർച്ചയായിട്ടും അനാസ്ഥയുണ്ടല്ലോ, അല്ലെങ്കിൽ ഇങ്ങനെ സംഭവം തുടരെ ഉണ്ടാകത്തില്ലല്ലോ. ഇത് ഒരു ഇതാണ്. അതുപോലെ തന്നെ എന്തോ ബഹുമാനപ്പെട്ട വനമന്ത്രി ഇതൊരു രാഷ്ട്രീയ ഗൂഢാലോചനയാണെന്ന് പറയുന്നു എന്ന് പറഞ്ഞു കേട്ടോ എൻ്റെ സുഹൃത്തുക്കൾ പറഞ്ഞു. പക്ഷേ ഒരു രാഷ്ട്രീയ ഗൂഢാലോചനയുടെ കാര്യം എന്താണ്? ഒരു പാവപ്പെട്ട 15 വയസ്സുകാരൻ്റെ ജീവൻ നഷ്ടപ്പെടുത്തുന്ന എന്ത് രാഷ്ട്രീയ ഗൂഢാലോചനയാണ്? സർക്കാർ ഇതിനെ വളരെ ലാഘവബുദ്ധിയോടുകൂടി കാണുന്നു. വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി മരിച്ച അനന്തുവിന്റെ വീട്ടിൽ നിന്ന് അരുൺ ആലത്തൂരാണ് നമുക്കൊപ്പം ചേരുന്നത്. അരുൺ, NDA സ്ഥാനാർത്ഥി മോഹൻ ജോർജ് അനന്തുവിന്റെ വീട് ഇന്ന് സന്ദർശിച്ചിരുന്നു. അദ്ദേഹം ഒരു കാര്യം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഈ വിഷയത്തെ രാഷ്ട്രീയവൽക്കരിക്കാൻ വനം മന്ത്രി ആഗ്രഹിക്കുന്നുണ്ട്. നിലമ്പൂർ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലമാണ്, അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിന് രാഷ്ട്രീയ ചിത്രം കൈവരുന്നുണ്ട്. ആ ഒരു രാഷ്ട്രീയ മുതലെടുപ്പ് തന്നെയാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത്. എങ്ങനെയാണ് ഈ വിഷയത്തെ നമുക്ക് കൂട്ടിച്ചേർത്ത് വായിക്കാൻ സാധിക്കുക? പ്രധാനമായിട്ടും ഈ സംഭവത്തിൽ ഈ NDA സ്ഥാനാർത്ഥി പറയുന്നത് ഇതിൽ ഒരു കൃത്യമായിട്ടുള്ള സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു അനാസ്ഥ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. കാരണം ഇവർ മാംസ കച്ചവടം നടത്തുക, ഈ വന്യമൃഗങ്ങളെയൊക്കെ വേട്ടയാടി അതിൻ്റെ മാംസത്തിനെ കച്ചവടം നടത്തുക എന്നുള്ളത് സ്ഥിരമായിട്ട് ഇവിടെ ചെയ്തു വരുന്നുണ്ട് എന്നുള്ളത് നാട്ടുകാർ തന്നെ പറയുന്നുണ്ട്. അത്തരത്തിലുള്ള ഒരു വിവരം കൃത്യമായിട്ട് സർക്കാരിനൊക്കെ ലഭിച്ചിട്ടും അതിൽ നടപടികൾ മുൻപ് സ്വീകരിക്കാതിരുന്നതാണ് ഇങ്ങനെ ഒരു ജീവൻ നഷ്ടമാവാൻ കാരണമായത് എന്നുള്ളതാണ് NDA സ്ഥാനാർത്ഥി പറയുന്നത്. ഒപ്പം തന്നെ ഇതിൽ കൃത്യമായിട്ട് നമുക്കറിയാം, സംസ്ഥാനത്തെ മനുഷ്യ വന്യജീവി സംഘർഷം എല്ലായിടത്തും തുടരുന്നത് പോലെ നിലമ്പൂരിലും അത് വലിയ രീതിയിൽ തുടരുന്നു. എന്നിട്ടും അതിൽ കൃത്യമായ നടപടികളൊന്നും അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായില്ല എന്ന് മാത്രമല്ല, ഇപ്പോൾ ഈ രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ട് ഇതിൽ എന്നൊക്കെ പറയുമ്പോൾ അത് അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് NDA സ്ഥാനാർത്ഥിയായ മോഹൻ ജോർജ് പറയുന്നത്. ഇതിൽ പ്രധാനമായിട്ടും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് കൃത്യമായ നടപടികൾ മുൻകാലങ്ങളിൽ സ്വീകരിക്കാതിരുന്നതും പിന്നീട് ഇവിടെ തന്നെ ഈ നേരത്തെ ഒരു 3 മാസം മുൻപ് സമാന രീതിയിൽ ഒരു വ്യക്തി അനധികൃതമായി ഷോക്ക് വെച്ച് അതിൽ ഷോക്കേറ്റ് മരിക്കുന്ന ഒരു സാഹചര്യം, ഒരു കർഷകൻ മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ മുൻപ് തന്നെ സമാന രീതിയിലുള്ള സംഭവങ്ങൾ ഇവിടെ ഉണ്ടായിട്ടും അതിൽ വേണ്ട നടപടികൾ അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ല. ഇനി അത്തരത്തിൽ ആളുകൾ ഇങ്ങനെ ഷോക്കും മറ്റും വെക്കാതിരിക്കുന്നതിനൊക്കെ വേണ്ട ശക്തമായ നടപടികൾ സർക്കാർ സ്വീകരിക്കേണ്ടതായിരുന്നു. വനം വകുപ്പും KSEB ഒക്കെ കൃത്യമായ ഇതിൽ അന്വേഷണങ്ങളൊക്കെ നടത്തേണ്ടിയിരുന്നു. പക്ഷേ അതൊന്നും ഉണ്ടാവാത്തതാണ് ഇങ്ങനെ ഒരു ദൗർഭാഗ്യകരമായ സംഭവത്തിലേക്ക് വീണ്ടും വഴിവെച്ചത് എന്നുള്ളൊരു ആരോപണമാണ് BJP ഉന്നയിക്കുന്നത്, NDA സ്ഥാനാർത്ഥിയായ മോഹൻ ജോർജ് ഉന്നയിക്കുന്നത്. ഏതായാലും അതേസമയം ഈ LDFനെ സംബന്ധിച്ചിടത്തോളം ഇതിൽ രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ട് എന്നുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. MP ഗോവിന്ദൻ നേരത്തെ നിലമ്പൂരിൽ നഗരത്തിൽ മാധ്യമങ്ങളെ കണ്ട സമയത്ത് കൃത്യമായി പറഞ്ഞത് ഇതൊരു രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമാണ്. ഇതിൽ ഈ പ്രതി കോൺഗ്രസ്സുകാരനാണ്, പ്രതി കോൺഗ്രസ് നേതാക്കളുമായിട്ട് വലിയ ബന്ധമുള്ള വ്യക്തിയാണ് തുടങ്ങിയ വലിയ ഗുരുതരമായിട്ടുള്ള ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഒക്കെ ആയിരുന്നു MP ഗോവിന്ദൻ നേരത്തെ നിലമ്പൂർ നഗരത്തിൽ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പ്രതികരിച്ചത്. അതിനുശേഷം ഞാൻ നിൽക്കുന്ന അനന്തുവിൻ്റെ വീട്ടിലേക്ക് അദ്ദേഹം എത്തുകയുണ്ടായി. കുടുംബാംഗങ്ങളെയൊക്കെ ആശ്വസിപ്പിച്ചതിന് ശേഷം വീണ്ടും അദ്ദേഹം സമാന രീതിയിലുള്ള പ്രതികരണമാണ് നടത്തിയത്. ഇതിലൊരു ഗൂഢാലോചനയുണ്ടോ എന്ന് കൃത്യമായ സംശയമുണ്ട് എന്നുള്ളതാണ് MP ഗോവിന്ദൻ പറയുന്നത്. മാത്രമല്ല ഈ കോൺഗ്രസ്സുകാർ ഈ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ബോധപൂർവം സൃഷ്ടിച്ചതാണോ ഇത് എന്നുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കണമെന്ന വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് MP ഗോവിന്ദൻ വിഷയത്തിൽ ഉന്നയിക്കുന്നത്. ഏതായാലും ഈ സംഭവ സ്ഥലത്ത് മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹം ഉൾപ്പെടെ ഇപ്പോൾ DYSP ഉൾപ്പെടെയുള്ള ആളുകൾ ഈ അനന്തുവിൻ്റെ വീട്ടിലെത്തി ഇവിടെ നിന്നും മടങ്ങുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇങ്ങനെ പോലീസിനെ സംബന്ധിച്ചിടത്തോളം പോലീസ് ഇപ്പോൾ പറയുന്നത് ഒരു പ്രതിയാണ് ഈ സംഭവത്തിൽ ഉള്ളത് എന്നുള്ളതാണ്. കൂടുതൽ അന്വേഷണം നടന്നു വരികയാണെന്നും ഒപ്പം തന്നെ മറ്റേതെങ്കിലും തരത്തിലുള്ള ഇടപെടലുകൾ, ഈ ഗൂഢാലോചനയോ അതല്ലെങ്കിൽ ഈ പ്രതിക്ക് മറ്റാരുടെയെങ്കിലുമൊക്കെ സഹായമുണ്ടോ എന്നൊക്കെ കൂടുതൽ അന്വേഷണം നടത്തുമെന്നൊക്കെയാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഏതായാലും NDA സ്ഥാനാർത്ഥി നേരത്തെ ഉന്നയിച്ചത് ഈ വിഷയത്തിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് വലിയ ഒരു ഗുരുതര അലംഭാവം ഉണ്ടായിട്ടുണ്ട്. അതുതന്നെയാണ് ഒരു 15-കാരന് ജീവൻ നഷ്ടമാവുന്നതിലേക്ക് വഴിവെച്ചത് എന്നുള്ളതാണ് NDAയും BJPയും ഉന്നയിക്കുന്നത്.
15കാരന്റെ മരണത്തിൽ എങ്ങനെയൊക്കെ സർക്കാർ കൈകഴുകാൻ ശ്രമിച്ചാലും മനമന്ത്രി ന്യായീകരിക്കാൻ ശ്രമിച്ചാലും ഏവരും വിരൽ ചൂണ്ടുന്നത് സർക്കാരിന്റെ നേർക്കാണ്. സർക്കാരാണ് 15കാരന്റെ മരണത്തിന് ഉത്തരവാദിയെന്ന് UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തും പ്രതികരിച്ചിട്ടുണ്ട്. നിരുത്തരവാദിത്വപരമായ പ്രതികരണമാണ് മന്ത്രി ശശീന്ദ്രന്റെ ഭാഗത്തു നിന്നുണ്ടായത് എന്നാണ് അദ്ദേഹം പറയുന്നത്. എത്ര പേരാ നിലമ്പൂര്, എന്നിട്ടും ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ, ഇത്തരം മരണങ്ങൾ ആവർത്തിക്കപ്പെടുമ്പോൾ അത് അറുതി വരുത്താനുള്ള സംവിധാനത്തെക്കുറിച്ച് ഒരു ഗവൺമെൻറ് ആലോചിക്കുന്നതിന് പകരം ഒരു മന്ത്രി ഇത്രമാത്രം നിരുത്തരവാദിത്വപരമായ ഒരു പ്രസ്താവനയുമായിട്ട് മുന്നോട്ട് വരുന്നത് മുഴുവൻ നിലമ്പൂരുകാരെ വേദനിപ്പിക്കുകയാണ്. എനിക്ക് ആ കാര്യമാണ് പറയേണ്ടത്.